നമസ്കാരം. ഇന്നത്തെ നിങ്ങൾക്കുള്ള ഡിവൈൻ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. 7 of Wands, 7 of Cups, 9 of Swords, 5 of Pentacles, the Fool, 10 of Pentacles. ഇവിടെ നിങ്ങൾക്കുള്ള ഡിവൈൻ ഗൈഡൻസ് ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾ ഏറെ കാലമായി ഒരുപാട് കഷ്ടപ്പാടിലൂടെ അല്ലെങ്കിൽ ഒരുപാട് സ്ട്രഗിളിലൂടെ പോകുന്ന ഒരു എനർജി ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാ തരത്തിലും ഒരു ലാക്ക് എനർജിയിലാണ് നിങ്ങൾ നിന്നുകൊണ്ടിരുന്നത്. നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാകാം. നിങ്ങളുടെ കാര്യങ്ങളും ലൈഫിലുള്ള ഡെയിലി നീഡ്സിനെയൊക്കെ നിങ്ങൾ ഒന്ന് ബാലൻസിലേക്ക് കൊണ്ടുവരാനൊക്കെ നിങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ ഏത് ചൂസ് ചെയ്യണമെന്നറിയാതെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു എനർജിയിലാണ് നിന്നിരുന്നത് എങ്കിൽ അതിനെ ചൊല്ലി നിങ്ങൾക്ക് വളരെയധികം ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് വളരെയധികം ഒരു ടെൻഷൻ ഉണ്ടായിരുന്ന ഒരു എനർജി ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ആ ഒരു എനർജിയിൽ നിന്ന് നിങ്ങൾ യൂണിവേഴ്സിലേക്ക് പൂർണ്ണമായിട്ടും യൂണിവേഴ്സിലേക്ക് കൺട്രോൾ വിട്ടുകൊടുത്ത് നിങ്ങൾ സറണ്ടറിങ് സ്റ്റേജിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ്. ആൻഡ് പൂർണ്ണമായിട്ടും നിങ്ങൾ യൂണിവേഴ്സിൻ്റെ എനർജി അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ പവറിനെ ട്രസ്റ്റ് ചെയ്ത് ഡിവൈൻ നിങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു അബണ്ടൻസിലേക്ക് നിങ്ങളുടെ എനർജിയെ, നിങ്ങളുടെ വൈബ്രേഷനെ കൊണ്ടുവരുന്ന ഒരു മെസ്സേജ് ആയിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പം ഇതിൽ നിന്ന് നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഒരു 10 of Pentaclesൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് എവിടെയൊക്കെയാണോ ഒരു ബ്ലോക്ക് ഉള്ളത്, നിങ്ങളുടെ കരിയറിലോ നിങ്ങളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷനിലോ നിങ്ങളുടെ ഫാമിലി ലൈഫിലോ ഒക്കെ നിങ്ങൾക്കുള്ള ആ ഒരു ബ്ലോക്കിനെ നിങ്ങൾ യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്യുക എന്നുള്ള ഒരു മെസ്സേജാണ്. ഇവിടെ മൊത്തത്തിൽ നിങ്ങൾക്ക് ഒരു പ്രോബ്ലംസ് നിങ്ങൾക്ക് എല്ലാ ഏരിയയിലും, നിങ്ങളുടെ ഫാമിലി ലൈഫിലും അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പുകളിൽ, നിങ്ങളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷനിൽ, നിങ്ങളുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റിയിലൊക്കെ നിങ്ങൾക്ക് പ്രോബ്ലം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളത് യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്യുക. ലൈക്ക് എ ഫുൾ, അതായത് ഫുളിൻ്റെ എനർജിയിൽ അതൊരു പൂർണ്ണമായിട്ടും ഇവിടെ ഡിവൈനെ ട്രസ്റ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും അവിടേക്ക് കൊടുക്കുന്ന ഒരു എനർജിയാണ്. മുൻപിൽ വരാൻ പോകുന്ന ആപത്തുകളെ എല്ലാം ധൈര്യത്തോടെ ഫേസ് ചെയ്യാനായിട്ട് തയ്യാറായി നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ, ഡിവൈനെ നിങ്ങൾ പൂർണ്ണമായിട്ട് ട്രസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഒരു അബണ്ടൻസ് ആണ്. അത് എല്ലാ തരത്തിലുമുള്ള ഒരു അബണ്ടൻസ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗൈനും, അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, നിങ്ങളുടെ ഫാമിലിയിലൊക്കെ നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി വരാൻ പോകുന്നു എന്നുള്ള ഒരു മെസ്സേജാണ് വരുന്നത്. താങ്ക് യു.